ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അടുത്ത വീട്ടിൽ പുല്ലൊക്കെ ചെത്തുണ്ട്, അപ്പോൾ അതിൻ്റെ ശബ്ദമൊക്കെ ഉണ്ടാവും. അതുപോലെ ശബ്ദങ്ങൾ നമ്മൾ തൊട്ട് വീടുകളായതുകൊണ്ട് ശബ്ദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തൊക്കെ വന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും മനസ്സ് മാറാത്ത, അല്ലെങ്കിൽ തൻ്റെ ചിന്തകളിൽ നിന്ന്, അല്ലെങ്കിൽ തൻ്റേതായ എന്തെന്നാ പറയുക, ഓരോരുത്തർക്കും ഓരോ മനോഭാവങ്ങളുണ്ടാവുമല്ലോ, ആ മനോഭാവങ്ങളിൽ മാറ്റം വരാത്ത ചിലർ കേട്ടോ. അങ്ങനെ മനോഭാവങ്ങളിൽ അല്ലെങ്കിൽ തൻ്റെ ചിന്തകളിൽ, തൻ്റെ മനസ്സിൽ മാറ്റം വരാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ, എത്ര സ്നേഹമുള്ളവരാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ജീവൻ കളഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും, ചിലപ്പോഴൊക്കെ അവർ നമുക്കൊരു ശല്യം എന്നല്ല, നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ മാറാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ളവരെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ രീതിയിൽ, ആ മനോഭാവങ്ങളിൽ ഒരു മാറ്റം അവർ വരുത്തില്ല. തനിക്ക് ജന്മന ഉള്ള ഈ സ്വഭാവങ്ങളിൽ തൻ്റെ ചുറ്റും ഉള്ളവർ എത്ര മാറിയാലും, അല്ലെങ്കിൽ തൻ്റെ ചുറ്റുവട്ടങ്ങളിൽ എത്ര മാറ്റങ്ങൾ സംഭവിച്ചാലും തൻ്റെ ഈ ചിന്താഗതിക്ക് ഒരിക്കലും മാറ്റങ്ങൾ വരില്ല, അല്ലെങ്കിൽ തൻ്റെ ഈ ചിന്താഗതി ഒരിക്കലും താൻ മാറ്റില്ല എന്ന് ചിന്തിച്ചുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വ്യക്തികളാണ് അവർ കേട്ടോ. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നവരാകാം, നമുക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും ചില നിമിഷങ്ങളിൽ നമുക്കതൊരു ശാപമായിട്ട് മാറുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് മാത്രമല്ല, ഓരോ കാര്യങ്ങളിലും അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടും അവരുടേതായ ചിന്താഗതികളും ഉള്ളിടത്തോളം കാലം, ആ ചിന്താഗതി ഉണ്ടോയേണ്ട കുഴപ്പമില്ല, പക്ഷെ ആ ചിന്താഗതികളും ആ മനസ്സിൻ്റെ തോന്നലുകളും അവർ മാറ്റം വരുത്താതെ അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചുറ്റുമുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു വീട്ടിൽ, അതൊരു ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, അല്ലെങ്കിൽ മക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രായമായ മറ്റുള്ളവരായിക്കോട്ടെ, ആരാണോ ഒരു വ്യക്തി ആ ഒരു വീട്ടിലുള്ളത് വെച്ചാൽ ആ ഒരു വീടിൻ്റെ സമാധാനം തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും, എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ അവരുടെ ശത്രു ആവുക എന്നല്ലാതെ അവരവരുടെ സ്വഭാവത്തിലൊരു മാറ്റം വരുത്തില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ പ്രായമുള്ള ഒരാളായിരിക്കാം, അങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ കാര്യങ്ങളൊക്കെ, വീട്ടിലത്തെ കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾക്ക് കുറച്ച് പറമ്പും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ട് നടന്ന് അവർക്കതൊക്കെ ചെയ്ത ശീലങ്ങളും, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചിട്ടയോട് കൂടിയിട്ടും അതുപോലെ കൃത്യതയോട് കൂടിയിട്ടും, അങ്ങനെ നമ്മൾ രാവിലെയൊക്കെ നേരത്തെ എഴുന്നേറ്റു, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തു, ഒരു സാധനം ഇല്ലാത്ത ഒരു കറി ഉണ്ടാക്കില്ല, ആ സാധനം കൂടി ഉണ്ടെങ്കിൽ തന്നെ ആ കറി വെക്കുള്ളൂ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന, അതായത് എന്തും അടുക്കും ചിട്ടയായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അതും നമുക്ക് ചില സമയങ്ങളിലൊരു ഉപദ്രവമായിട്ട് തന്നെ ഉണ്ടാവുക. കാരണം അവരുടെ ആ ചിന്താഗതിയിൽ കൂടെ മാത്രമേ അവർ നീങ്ങുള്ളൂ, മറ്റൊരാളും അതേ ചിന്താഗതിയിൽ കൂടെ നീങ്ങാൻ മാത്രമേ അവർ പ്രോത്സാഹിപ്പിക്കുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് എപ്പോഴും നിർബന്ധിത ബുദ്ധി അവർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു കറിയുടെ കാര്യമായിക്കോട്ടെ, ബാക്കിയുള്ള കാര്യമായിക്കോട്ടെ, പറമ്പിലിപ്പോൾ ഒരു മുളക് തൈ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പറമ്പിൽ വെച്ചു, അപ്പോൾ ഏതെങ്കിലും ഒരു ചെടി ആയിക്കോട്ടെ, നിസ്സാരം ഒരു ചെടി ആയിക്കോട്ടെ, അതെല്ലാം അവർ ചെയ്യുന്നത് മാത്രമായിരിക്കും ശരി, ബാക്കിയുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന രീതിയിൽ അത് അടിച്ചമർത്തി അവർ പറയുകയും അതുപോലെ തന്നെ നമ്മളോട് പെരുമാറുകയും ചെയ്യും. ഒരു ഭക്ഷണക്കാരി ആയിക്കോട്ടെ, ഒരു കറി, ആ കറി ഞാൻ വെച്ചാൽ ഇങ്ങനെയല്ല ഉണ്ടാവുക, ഞാൻ വെച്ചാൽ ഇങ്ങനെയാണ്, ഞാൻ വെച്ചാൽ ഇങ്ങനെ തയ്യായിരിക്കും, ഞാനിത് ഇങ്ങനെ ഇടാറില്ല, ഞാനിത് ഇങ്ങനെ ഇട്ടിട്ടാണ് ചെയ്യാറുള്ളത്, ഇതിങ്ങനെയല്ല, ഇത് ശരിയായിട്ടില്ല, ഇത് സ്വാദങ്കടായിട്ടില്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു കറിക്ക്, ഒരു ചെടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെടി ഞാനാവുമ്പോൾ ഞാനതിന് വളമിട്ട് കൊടുക്കാറുണ്ട്, ഞാനതിന് വളമിട്ടിട്ട് ഞാൻ ചുറ്റും തടമെടുത്തിട്ട് ചെയ്യാറുണ്ട്, ഞാൻ അങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അതങ്ങനെ ചെയ്യാറ്, ഞാനതിങ്ങനെ ചെയ്തിട്ടാണ് അതങ്ങനെ ചെയ്യാറ് എന്ന് പറഞ്ഞുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുന്ന പോലെ, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് അസഹിഷ്ണുത തോന്നുന്ന രീതിയിൽ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ഒരു മരമായിക്കോട്ടെ, മരത്തിൻ്റെ കൊമ്പ് വെട്ടരുത്, മരം അങ്ങനെ വെക്കാൻ പാടില്ല, മരം ഇങ്ങനെ വെക്കാൻ പാടില്ല, മരത്തിന് അത് അങ്ങനെ നിന്നോട്ടെ, മരം ഇതിങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ പ്രായമായവരാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ചെറുപ്പക്കാരാണെന്നുണ്ടെങ്കിൽ, ഇന്ന് ചെറുപ്പക്കാർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തെറ്റാണ്, അതങ്ങനെ ചെയ്യാൻ പാടില്ല, അതിങ്ങനെയാണ് നമുക്കും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലം ഇങ്ങനെ കഴിഞ്ഞു പോരുകയാണ്. അപ്പം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ തലമുറകൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ പ്രായത്തിലുള്ളവരായിക്കോട്ടെ, നമ്മളെയൊക്കെ പ്രായം കൂടിയവർക്ക്, അപ്പോൾ നമ്മുടെ അത്രയും കൂടിയും പിടിക്കില്ല, അങ്ങനെയുള്ളവരായിക്കോട്ടെ, നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിരിക്കാൻ തന്നെയാണ് പറ്റുള്ളൂ കേട്ടോ. കാരണം
നമ്മൾ ചിട്ടയായി പെരുമാറി ചിട്ടയായി കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ എഴുന്നേറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു, അതിന് ശേഷം നമ്മൾ പേപ്പർ വായിക്കാനിരുന്നു, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ നോക്കാനിരുന്നു. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ അങ്ങനെയല്ല. അവർ എഴുന്നേറ്റ് വന്ന ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പത്രം വായിച്ചു, അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ ചായ ഉണ്ടാക്കുക. അപ്പോൾ അവരുടെ കൈ കൊണ്ടൊക്കെ ചിലപ്പോൾ നമുക്കൊരു തുള്ളി വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ സമയം കുറച്ച് പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ടിഫിൻ ഉണ്ടാക്കി കിട്ടുമ്പോഴും ചിലപ്പോൾ 12 മണിയാവും. അപ്പോൾ ഭക്ഷണം നമുക്ക് 4 മണിക്കാവും കഴിക്കേണ്ടി വരും, ഉച്ചയ്ക്ക് ഊണ്. അതുപോലെ ഓരോ സമയങ്ങളിൽ അങ്ങനെ മാറ്റങ്ങൾ വരും. അപ്പോൾ ഇതെല്ലാം ചിലപ്പോൾ നമുക്ക് നിസ്സഹായാവസ്ഥ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുടുംബത്ത് വേറൊരു വഴക്ക് വേണ്ട, അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ കുടുംബത്തിലെ സമാധാനം തകരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന അവർ, അല്ലെങ്കിൽ ക്ഷമാശക്തി ഉള്ളവർ, അതല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്തൊക്കെ സംഭവിച്ചാലും മനസ്സ് മാറ്റാൻ കഴിയില്ല എന്ന് ചിന്തിക്കാത്തവരാണെങ്കിൽ മാത്രമാണ് ആ കുടുംബം സമാധാനമായിട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. കാരണം എന്തെങ്കിലും ആയിക്കോട്ടെ കിട്ടുമ്പോൾ മതി വെച്ചിട്ട് ചിലപ്പോൾ വിശന്നാലും ഇത്തിരി വെള്ളം എടുത്ത് കുടിച്ചിട്ടിരിക്കുന്നവരുണ്ടാവും. പക്ഷേ നമ്മുടെ മനസ്സ് മാറാത്ത വ്യക്തികളാച്ചാൽ അപ്പോൾ അതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കും. അയ്യയ്യോ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ഇങ്ങനെയൊക്കെയാണോ, എന്താ അത് എപ്പോഴാണ് നീട്ടി വരണത്, എന്താ അപ്പം അത് കഥ, ഇങ്ങനെയൊക്കെ ഉണ്ടോ, എന്നാൽ ആണുങ്ങൾ കടന്നു വെച്ചാൽ കടന്നോട്ടെ, എന്നാൽ പെണ്ണുങ്ങൾ നീട്ടി വരണ്ടേ, അപ്പം ചായ നേരത്തെ ഉണ്ടാക്കിയിട്ട് കുടിക്കണ്ടേ, എന്താ അപ്പം അത് ചായ കുടിച്ചിട്ട് പേപ്പർ വായിച്ചാൽ പോരെ, ടിഫിൻ കഴിക്കേണ്ടത് 10 മണിയുടെ ഉള്ളിൽ കഴിക്കണം, ഇതിപ്പോൾ എന്താ 12 മണിയായി, ചോറുണ്ണപ്പോൾ 4 മണിക്കായി, അയ്യോ ഞാൻ അത് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ മിണ്ടാണ്ടിരിക്കും മറ്റുള്ളവർ, 2 ദിവസമായി, 3-ാമത്തെ ദിവസം ചിലപ്പോൾ ഇന്നത്തെ തലമുറയാണ് നമ്മളെപ്പോലെ സഹനശക്തി അല്ലെങ്കിൽ ക്ഷമാശീലം അവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അതിനവർ തിരിച്ച് മറുപടി പറയും. അതുപോലെ തന്നെ പ്രായമായവർ ഇരിക്കാൻ നമ്മൾ വീടിൻ്റെ മുൻപിൽ പണ്ടൊക്കെ അങ്ങനെയല്ലേ, ഈസി ചെയറോ അല്ലെങ്കിൽ പ്രായമായവർക്ക് ഇരിക്കാനുള്ളൊരു കസേരയോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അവർ മാത്രമാണ് ഇരിക്കുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഇന്ന് നമ്മളെക്കാൾ കൂടുതൽ ചെറുപ്പക്കാർ, അതായത് ഇന്നത്തെ തലമുറയിലെ കുട്ടികളാണ് അതിൽ കയറിയിരിക്കുക. ഇരിക്കാന്ന് മാത്രമല്ല, ഈ പ്രായമുള്ളവർ വരുമ്പോൾ ചിലപ്പോൾ അവർ എഴുന്നേറ്റ് കൊടുത്തോളണമെന്നില്ല. പക്ഷെ നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കണ്ടാലും ചിലപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ ചില അപ്പുറത്തെ എവിടെയെങ്കിലും മാറിപ്പോയിട്ടിരിക്കും. പക്ഷേ നമ്മുടെ ഈ പ്രായം ചെന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രായത്തിലുള്ളവരാണെങ്കിലും നമ്മളെക്കാൾ പ്രായം കൂടിയവരാണെന്നുണ്ടെങ്കിലും മനസ്സ് മാറാൻ അല്ലെങ്കിൽ എന്ത് കണ്ടാലും മാറ്റം വരാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതും അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഏത് സമയം ഇങ്ങനെ ഓരോന്നിനും പിറുപിറുത്തും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലത്തെ മനസ്സമാധാനം അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മുടെ പ്രായമായവരെ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്കും അച്ഛനും സമാധാനക്കേടായി. കാരണം അമ്മയും അച്ഛനും ചിലപ്പോൾ സഹി കേട്ടിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും മിണ്ടാൻ വയ്യ വെച്ചിട്ട് ജീവിച്ച് പോവുകയാവും, മക്കളോട് പറയാൻ പറ്റില്ല വെച്ചിട്ട്. അപ്പോൾ അത് കാരണം അവിടെ ബുദ്ധിമുട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ ആ ബുദ്ധിമുട്ട് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കടന്ന് പറയുക ആരാ, അച്ഛനും അമ്മയാവും. അപ്പം മക്കൾക്ക് ഇപ്പോൾ അതൊന്നും പ്രശ്നമല്ല. മക്കൾ അമ്മയും അച്ഛനും വിഷമിച്ചാലും വേണ്ടില്ല, അല്ലെങ്കിൽ ആര് വിഷമിച്ചാലും വേണ്ടില്ല, അവർക്ക് അവരുടേതായ രീതികളും അവരുടേതായ ചിന്താഗതികളും അവർക്കുണ്ട്, ഇന്നത്തെ തലമുറയ്ക്കുണ്ട്. അപ്പോൾ ആ ചിന്താഗതികളും ആ തീരുമാനങ്ങളും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇഷ്ടങ്ങളും മാത്രമാണ് അവർ നടപ്പാക്കുള്ളൂ അല്ലേ. അതിലപ്പുറം അവർക്കൊന്നുമില്ല. അവർ ഞാൻ ഇതിന് മുൻപ് പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേറ്റ് വന്ന് നമ്മൾ ചായ ഉണ്ടാക്കി വെച്ചാൽ അവർ ചായ കുടിക്കുന്നു, ടിഫിൻ ഉണ്ടാക്കി വെച്ചാൽ അവർ ടിഫിൻ കഴിക്കുന്നു. അതൊക്കെ അവർ സമയത്ത് വന്ന് കഴിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഒന്നുകിൽ അവർ മൊബൈൽ നോക്കിയിരിക്കും, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. അപ്പം അതുപോലെ അത് അവർ നോക്കണം. പിന്നെ പ്രായമായവർ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ടു, ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടു, നിങ്ങളുടെയൊന്നും കാലത്ത് ഇങ്ങനെയല്ല കഷ്ടപ്പാട്, അല്ലെങ്കിൽ അങ്ങനെയാണ് കഷ്ടപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കാലങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് കഷ്ടപ്പാടുകളിലും വ്യത്യാസങ്ങൾ വരികയാണ്. അപ്പോൾ ഇപ്പം എൻ്റെ അമ്മൂമ്മയുടെയൊക്കെ കാലങ്ങൾ എന്നുള്ള പോലെയല്ല എൻ്റെ അമ്മയുടെ കാലഘട്ടം, എൻ്റെ അമ്മയുടെ കാലഘട്ടം പോലെയല്ല എൻ്റെ കാലഘട്ടം. ഇനി ഇതിലും വ്യത്യാസം വരികയാണ് എൻ്റെ മക്കളുടെ കാലഘട്ടം. അപ്പോൾ ഓരോ തലമുറയിലും വ്യത്യാസങ്ങൾ വരികയാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി ജീവിച്ച് പോകാൻ തന്നെ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ കുറേ കഷ്ടപ്പെട്ടു, ഇപ്പോൾ എന്നോട് കഷ്ടപ്പെടാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവർക്കും ഇഷ്ടങ്ങളുള്ള ഭക്ഷണങ്ങൾ ഞാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അവരാരും എന്നോടത് വേണം നിർബന്ധം പറഞ്ഞിട്ടല്ല, പക്ഷേ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാനത് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഞാനതിൽ ആവലാതിപ്പെട്ടിട്ടോ ഞാനതിൽ വിഷമം വിചാരിച്ചിട്ടോ കാര്യമില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മളതിൽ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മുഖം വീർപ്പിച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടോ കാര്യമില്ല. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുക. ഒരു ചോറും കൂട്ടാനും വെച്ചാൽ പണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളനുസരിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലാത്തതും നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും. അപ്പോൾ നമ്മുടെ മനോഭാവം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്നു. അപ്പം നമ്മുടെ മനോഭാവം അതാണ്. ബാക്കി
ബാക്കിയുള്ളവരുടെ മനോഭാവം എന്തിനാ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണെന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള മനോഭാവങ്ങളാണ് അല്ലെങ്കിൽ ചിന്താഗതികളാണ്. അതിൽ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ നല്ലത് എപ്പോഴും നല്ലതായിട്ടിരിക്കട്ടെ, നന്നല്ലാത്ത അതായത് എപ്പോഴും എന്തിനും ഏതിനും നമ്മൾ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ പ്രായമായവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ ചിട്ടകളനുസരിച്ചിട്ട് ഇന്നത്തെ മക്കൾ പെരുമാറിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിലും ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ സ്ത്രീകൾ മാത്രമാണ് അടുക്കള പണികൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ച് അടുക്കള പണികൾ ചെയ്യണു. ചിലപ്പോൾ ഭാര്യ വെറുതെ ഇരിക്കണു, ഭർത്താവ് എല്ലാ കാര്യങ്ങളും ചെയ്യണു. ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ഭർത്താവ് തന്നെ നോക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ അവർ ജീവിച്ച് അത് അവർ തമ്മിൽ പരസ്പരം ജീവിച്ച് ധാരണയിൽ ജീവിച്ച് പോവാണ്. നമ്മളതിൽ ഇടപെട്ടിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമുക്ക് പിടിക്കാത്ത പല കാര്യങ്ങളുണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മളത് മിണ്ടാതിരിക്കാൻ തന്നെയാണ് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മനോഭാവം ഇങ്ങനെ വെച്ചിട്ട് നമ്മളത് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്നത് മാതിരി ഞാൻ പോവുള്ളൂ, അല്ലെങ്കിൽ ഈ വഴിയിൽ കൂടെ തന്നെ ഞാൻ പോവുള്ളൂ, ഇങ്ങനെ തന്നെ ഞാൻ ചെയ്യുള്ളൂ, അതുപോലെ തന്നെ മറ്റേ ആളും ചെയ്യണം എന്നുള്ളത് നമ്മൾ ശഠിക്കാൻ പാടില്ല. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടങ്ങളനുസരിച്ചിട്ട് ജീവിക്കുമ്പോൾ നമ്മളതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണില്ല, കാതില്ല, ചെവിയില്ല എന്ന് അങ്ങനെയല്ല കേട്ടോ. കണ്ണില്ല, കാതില്ല, വായല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിച്ചു പോകണം. അങ്ങനെ തന്നെ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് കണ്ടാലും എന്ത് കേട്ടാലും അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കാതിരിക്കുക. നമ്മുടെ വീട്ടിലത്തെ കാര്യമാണ് പറഞ്ഞത്, ബാക്കി പുറമേലുള്ള കാര്യങ്ങളല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിൽ നമ്മളൊരു അച്ഛനും അമ്മയും മക്കളും മരുമക്കളും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രായമായവരൊക്കെ എല്ലാവരും കൂടി നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ജീവിച്ചാൽ തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എങ്കിലും ഇതിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, എന്ത് കണ്ടാലും മാറാത്ത മനുഷ്യരുണ്ട്. അങ്ങനെ മാറാത്ത മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ, മനസ്സ് മാറാത്ത വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതം നരകതുല്യം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ രാവിലെ എഴുന്നേറ്റു, അടുക്കള പണികൾ ചെയ്യണു, ഒപ്പം അടിക്കണു, തുടയ്ക്കണു, കുളിക്കണു, തുണികൾ തിരുമ്പണു, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ തുണികൾ കൂട്ടിയിട്ടിട്ട് 1-2 ദിവസം കൂടുമ്പോൾ തിരുമ്പുന്നവരുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചായ വെക്കാതെ പത്രം വായിച്ചിരിക്കുന്നവരുണ്ട്, മൊബൈൽ നോക്കിയിരിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഓരോരുത്തരും. പക്ഷെ നമ്മളതൊക്കെ എപ്പോഴും എല്ലാവരോടും പറയാനായിട്ട് പോയി കഴിഞ്ഞാൽ കുടുംബത്തിൽ എന്നും സമാധാനക്കേട് അല്ലെങ്കിൽ വഴക്ക് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ സ്വയം മാറാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഇന്നത്തെ തലമുറയെ നമുക്ക് മാറ്റാനായിട്ട് കഴിയില്ല. നമ്മൾ സ്വയം മാറാനായിട്ട് ശ്രമിക്കുക, അങ്ങനെ നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചിട്ട് നമ്മൾ ഒന്നും മിണ്ടാതിരിക്കണം എന്നല്ല പറയുന്നത്. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണം. പറയേണ്ട സമയത്ത് അച്ഛനും അമ്മയും മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോയാൽ തന്നെ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മുടെയൊക്കെ അച്ഛനും അമ്മയ്ക്കൊക്കെ അവർക്ക് കണ്ടതും കേട്ടതും പറയാനും നമ്മളോട് പ്രതികരിക്കാനും ഒക്കെ പറ്റും. പക്ഷെ നമ്മളത് അവർ പ്രായമായവരല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് അത് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് ചിലപ്പോൾ ഒന്നും മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ അതനുസരിച്ച് അവർക്ക് ചെയ്തു കൊടുക്കും. പക്ഷെ നമ്മുടെ മക്കൾ അങ്ങനെ ഇരുന്നോളണമെന്നില്ല. അപ്പം നമ്മൾ നമ്മുടെ സ്വഭാവം മാറ്റം വരുത്തി തന്നെ പറ്റുള്ളൂ. എന്ത് കണ്ടാലും നമുക്ക് മനസ്സ് മാറാത്ത രീതിയിൽ നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടത്തിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ സ്വയം നമ്മൾ ഒതുങ്ങി അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് മാറ്റി നമ്മുടെ ശീലങ്ങൾ ചിലപ്പോൾ മാറ്റേണ്ടി വരും. അങ്ങനെ നമുക്ക് ജീവിച്ച് പോകാൻ തന്നെയാണ് പറ്റുള്ളൂ. ഇനിയും നമുക്ക് എത്ര കാലം നമ്മൾ ജീവനുണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ ജനനത്തിനും മരണത്തിനും കണക്ക് പറയാൻ പറ്റില്ല നമുക്ക്, അല്ലെങ്കിൽ സമയം പറയാൻ പറ്റില്ല. അപ്പോൾ എത്ര കാലം നമുക്കുണ്ട് അല്ലെങ്കിൽ എങ്ങനെ നമുക്കറിയില്ല. അതനുസരിച്ച് നമുക്ക് ജീവിച്ച് പോയേ പറ്റുള്ളൂ. അപ്പോൾ സമാധാനമായിട്ടും അതുപോലെ നമ്മൾ മേലേക്കും ഞാൻ പറയും തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും ചിന്തിച്ച് ജീവിക്കണം എന്ന് പറയും. അങ്ങനെയൊക്കെ ചിന്തിച്ച് ജീവിക്കാൻ തന്നെയാണ് നമുക്ക് പറ്റുള്ളൂ. പലതും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടായിരിക്കാം. നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി അതെല്ലാം നമ്മൾ സഹിച്ചും പുറത്തും ക്ഷമിച്ചും പോയാൽ തന്നെ പറ്റുള്ളൂ. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ എൻ്റെ മനസ്സിലെ ചിന്താഗതി ഇങ്ങനെ തന്നെയാണ്, ഞാനതൊരിക്കലും മാറ്റം വരുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്കത് ജീവിക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ജീവിക്കാൻ പറ്റും, നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. അപ്പോൾ എന്ത് കണ്ടാലും എങ്ങനെയൊക്കെ ജീവിച്ചാലും എൻ്റെ മനസ്സ് ഞാൻ മാറ്റില്ല അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതി ഞാൻ മാറ്റില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളതാണ്. ഇന്നത്തെ കാലത്ത് പ്രായമായവരെ നോക്കാനായിട്ട് ചിലപ്പോൾ ഒരു ഹോം നേഴ്സായിരിക്കും. അപ്പോൾ നമ്മളതിൽ നമ്മുടെ ചിന്താഗതികൾ മാറ്റി വെച്ച് വരുന്ന ഹോം നേഴ്സ് എങ്ങനെയാണുള്ള ആളാണോ, ഹോം നേഴ്സോ അല്ലെങ്കിൽ പണിക്ക് വരുന്ന ഒരു സ്ത്രീ എങ്ങനെയുള്ളവരാണോ അവരെ നമ്മൾ അനുകൂലിച്ച് കൊണ്ട് പോകാൻ തന്നെ പറ്റുള്ളൂ അല്ലേ. അല്ലാതെ ഇവരെൻ്റെ വീട്ടിൽ കയറാൻ പറ്റില്ല, ഇവരിങ്ങനെ പറ്റില്ല എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ
നമ്മുടെ മക്കളും ഇന്നിപ്പോൾ ഒക്കെ ലവ് മാരേജും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ അയ്യോ ഞങ്ങൾ അങ്ങനെയില്ല, ഞങ്ങളുടെ ഇതൊന്നും മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പം നമ്മുടെ ചിന്താഗതികളും എല്ലാം നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. അപ്പം നമ്മളതിൽ മനസ്സിൽ വൈരാഗ്യം വിചാരിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജീവിതത്തിൽ സന്തോഷം സമാധാനമായി നമ്മുടെ മക്കളായിക്കോട്ടെ നമ്മുടെ കുടുംബമായിക്കോട്ടെ നമ്മൾ ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഉൾക്കൊണ്ടേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.